നമസ്കാരം. നമസ്കാരം. ഇന്ന് കേരളം ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയം CPM-നകത്ത് നടക്കുന്ന പൊട്ടിത്തെറികൾ തന്നെയാണ്. പുറമേക്ക് അങ്ങനെയൊന്നുമില്ല എന്നവർ പറയുമ്പോഴും ഇന്നും ഇന്നലെയുമായി CPM-ൻ്റെ സംസ്ഥാന സമിതി തിരുവനന്തപുരത്ത് നടക്കുന്നു. ഈ സമിതിയിൽ ചർച്ച ചെയ്യുന്നതാകട്ടെ ഈ 2026 CPM-നുണ്ടായ തെരഞ്ഞെടുപ്പിലെ പരാജയം തന്നെയാണ്. ആ പരാജയത്തിൻ്റെ കാരണം കൃത്യമായി നേതൃത്വത്തിനല്ല, ഒറ്റയ്ക്കൊറ്റയ്ക്ക് തൻ പ്രമാണിത്വത്തോടുകൂടി പാർട്ടിയെ നയിച്ച പിണറായി വിജയൻ്റെയും MV ഗോവിന്ദൻ്റെയും പോരായ്മകൾ തന്നെയാണ്, അല്ലെങ്കിൽ തെറ്റായ ദിശയിലുള്ള നേതൃത്വത്തിൻ്റെ ഒരു പരിണിത ഫലം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ വീഴ്ച എന്നാണ് പാർട്ടിയുടെ ബൂത്ത് തലം മുതൽ കേന്ദ്ര കമ്മിറ്റി വരെ, പോളിറ്റ് ബ്യൂറോ വരെ പിണറായി വിജയനെതിരെയും MV ഗോവിന്ദനെതിരെയും എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ. ഇതിന് കൃത്യമായ തെളിവുകൾ അവർക്ക് ലഭിച്ചിട്ടുമുണ്ട്. ഇന്നലെയുമായി ചേർന്ന CPM-ൻ്റെ സംസ്ഥാന സമിതിയിൽ ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്. ദേശീയ സെക്രട്ടറിയായ MA ബേബി ഇതിൽ പുറത്താക്കൽ നടപടികൾ പോലും നിങ്ങൾക്ക് ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം എന്ന് അണികളോട് പറഞ്ഞിരിക്കുന്നു. വിപുലീകരിച്ച ഒരു സംസ്ഥാന സമിതി യോഗം കോഴിക്കോട് സെപ്റ്റംബർ 13 ചേരാനിരിക്കുമ്പോൾ തീർച്ചയായും ചില തലകൾ ഉരുളും എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു. ഈ വിഷയത്തിൽ ഇപ്പോൾ നമ്മോട് സംസാരിക്കാൻ ക്രൈമിൻ്റെ ചീഫ് എഡിറ്ററായ ശ്രീ നന്ദകുമാർ സാറും അതുപോലെ തന്നെ സീനിയർ മാധ്യമപ്രവർത്തകനായ രാജ്മോഹൻ സാറും എത്തിയിരിക്കുന്നു. ആദ്യം ഞാൻ നന്ദകുമാർ സാറിനെയാണ് വിളിക്കുന്നത്. സാർ നമസ്കാരം. നമസ്കാരം. പിണറായി വിജയൻ എന്ന CPM-ൽ ചോദ്യം ചെയ്യാനാവാത്ത നേതാവ് ഒരു വേള 16 വർഷക്കാലം പാർട്ടിയെയും 10 വർഷക്കാലം ഭരണത്തെയും തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കി കാലം കഴിച്ചു. എന്നാൽ അതിൻ്റെ ബാക്കി പത്രം പരിശോധിക്കുമ്പോൾ CPM തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത ഒരു തോൽവിയിലേക്ക് CPM പിണറായി വിജയൻ്റെ 10 വർഷക്കാലത്തെ ഭരണം കൊണ്ട് അധപ്പതിച്ചിരിക്കുന്നു എന്ന് പോളിറ്റ് ബ്യൂറോ വരെ വിലയിരുത്തിയിരിക്കുന്നു. പോളിറ്റ് ബ്യൂറോയിൽ തൻ്റെ കൂടെ വോട്ട് ഇട്ടിട്ടാണ് പ്രതിപക്ഷ നേതൃസ്ഥാനം പിണറായി വിജയൻ ചോദിച്ചു വാങ്ങിയത്. ഇന്നിപ്പോൾ CPM-ൻ്റെ സംസ്ഥാന സമിതി ചേരുമ്പോൾ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. പിണറായി വിജയനും MV ഗോവിന്ദനും തൽസ്ഥാനത്ത് നിന്ന് മാറേണ്ടി വരും എന്നുള്ള ചില സൂചനകൾ പുറത്തു വരുന്നു. എങ്ങനെയാണ് നന്ദകുമാർ സാർ ഇതിനെ വിലയിരുത്തുന്നത്? ഇനിയും പിണറായി വിജയനെയും ഗോവിന്ദനെയും മാറ്റിയിട്ടില്ലെങ്കിൽ ഈ പാർട്ടി ചരിത്രത്തിൽ പോലും രേഖപ്പെടുത്താൻ ഇനി ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. ത്രിപുരയിലും ബംഗാളിലും എങ്ങനെയാണോ തീർന്നത് അതിനേക്കാൾ വേഗതയിലാണ് കേരളത്തിൽ CPM തകരാൻ പോകുന്നത്. ഇത് നേരത്തെ തുടങ്ങിയതാണ്. ഇത് നേരത്തെ തുടങ്ങിയപ്പം പിണറായി വിജയൻ എന്ന് പറയുന്ന സ്റ്റാലിനേക്കാൾ 10 മടങ്ങ് ഏകാധിപതിയും അതിലെ ഭീകരനുമായ പിണറായി വിജയന് പല തന്ത്രങ്ങളും അറിയാമായിരുന്നു. ഒന്ന്, തൻ്റെ കീഴിലുള്ള പാർട്ടി അണികളെ പറഞ്ഞു പറ്റിക്കുക. പാർട്ടി കമ്മികൾ എന്ന് പറയുന്ന വിഭാഗത്തെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രൂപത്തിൽ ചില പ്രസ്താവനകൾ ഇറക്കി പറ്റിക്കുന്ന ഒരു ഏർപ്പാടായിരുന്നു കഴിഞ്ഞ 1998 മുതൽ അദ്ദേഹം കൃത്യമായി ചെയ്തുകൊണ്ടിരുന്നത്. 1996 പിണറായി വിജയൻ എന്ന് പറയുന്ന CPM-ൻ്റെ ശക്തനായ നേതാവ്, ജനകീയനായ നേതാവ്, അദ്ദേഹം എങ്ങനെ പണമുണ്ടാക്കാമെന്ന് പഠിക്കുന്നത്. ലാവ്ലിൻ കേസിലെ ഇടനിലക്കാരനായ ദിലീപ് രാഹുലൻ അദ്ദേഹത്തിന് കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ 2 കോടി രൂപ എത്തിച്ചു കൊടുക്കുകയും ആ പണം കിട്ടിയ മുതൽക്കാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് ഭരണം കിട്ടിയാൽ പണമുണ്ടാക്കാൻ വഴിയുണ്ട്, പാർട്ടി ഉണ്ടെങ്കിൽ പണമുണ്ടാക്കാൻ പറ്റുന്നതാണ് എന്ന് മനസ്സിലാക്കുന്നത്. അതുവരെയുള്ള പിണറായി വിജയൻ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം മനസ്സിലുള്ള ഹീറോ ആയിരുന്നു. അടിയന്തരാവസ്ഥ സമയത്ത് ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള പോരാട്ടം നടത്തിയ വീരധീരനായ ഒരു നേതാവ്. എന്നാൽ 96 അദ്ദേഹം ലാവ്ലിൻ കമ്പനിയുടെ ഇടനിലക്കാരനായ ദിലീപ് രാഹുലൻ വഴി 2 കോടി രൂപ കൈപ്പറ്റിയതോടെ അദ്ദേഹത്തിന് അതിൻ്റെ മധുരം മനസ്സിലാക്കാൻ തുടങ്ങി. അഴിമതി നടത്താൻ ഏറ്റവും സൗഭാഗ്യമുള്ള കാര്യം മന്ത്രിയാവുക എന്നുള്ളതാണ്. പാർട്ടി സെക്രട്ടറി സ്ഥാനം ആണ് അതിനെക്കാട്ടും മികച്ചത് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹം വിദ്യുച്ഛക്തി മന്ത്രിയെ വന്നു. ലാവ്ലിൻ കേസിലെ അഴിമതി നടത്തി. അതിൽ ഏകദേശം 388 കോടി രൂപയുടെ അഴിമതിയാണ് നടത്തിയത്. സ്വന്തം ഭാര്യയുടെ പേരിൽ 75 കോടി രൂപ കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി എന്ന് പറയുന്ന കമ്പനി തുടങ്ങി, സിംഗപ്പൂരിൽ തുടങ്ങി. അദ്ദേഹം സ്ഥിരമായി അവിടെ കുടുംബസമേതം പോയി ഈ പണം കൃത്യമായിട്ട് അവിടെ വിനിയോഗിക്കത്തക്കതിൽ മകനെ അവിടെ കൊണ്ടുപോയി നിർത്തി. 3 വർഷക്കാലം മകൻ അവിടെയായിരുന്നു. അദ്ദേഹം ചെയ്തത് എന്താണ്? സാധാരണ പാർട്ടി നേതാക്കന്മാർ സ്വന്തം മക്കളെ പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി അടിത്തട്ട് വരെ ഇറക്കും. പക്ഷേ പിണറായി വിജയൻ ചെയ്തത് എന്താ? 2 മക്കളെയും സുരക്ഷിതമായി
വിദ്യാഭ്യാസം നൽകി ഇവരെ ഇവിടെ നിന്ന് കെട്ടിച്ചു വിദേശത്ത് എത്തിച്ചു മകളെ അതേപോലെ ഇത്തരം കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പഠിപ്പിച്ചു. അങ്ങനെ അദ്ദേഹം ആദ്യം തന്നെ പഠിച്ചത് ഈ പാർട്ടി ഒരിക്കലും വിപ്ലവം നടത്താൻ പോണില്ല, അതേസമയത്ത് ഈ പാർട്ടിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് കിട്ടാവുന്ന തുക അടിച്ചെടുക്കുക, എന്നിട്ട് സുരക്ഷിതമാകുക എന്ന് അദ്ദേഹം കൃത്യമായി പ്ലാൻ ചെയ്തു. അതുകൊണ്ടാണ് പിണറായി വിജയൻ്റെ 2 മക്കളും ഒരു കാരണവശാലും പാർട്ടി പ്രവർത്തനത്തിന് എവിടെ ഇറങ്ങാതിരുന്നത്. ഇടികൊണ്ട് SFIയുടെ പ്രവർത്തകരായിട്ടോ അല്ലാതെയോ അവർ കോളേജ് വിദ്യാഭ്യാസ കാലത്ത് പോലും എവിടെയും ഉണ്ടായിട്ടില്ല. അപ്പോൾ അദ്ദേഹം പ്രാക്ടിക്കലായി പഠിച്ചുകൊണ്ട് അങ്ങനെ മക്കളെ സുരക്ഷിതമായ സ്ഥലത്ത് എത്തിച്ചു. പിന്നെ മോഷ്ടിക്കുന്ന പണമൊക്കെ കൃത്യമായി ഇവരിലേക്ക് എത്തിച്ചു കൊടുത്തു. അവർ സുരക്ഷിതമാക്കി എവിടെയാണോ സൂക്ഷിക്കാണെന്ന് പഠിപ്പിച്ചു കൊടുത്തു. മകനെ വിദേശത്ത് തന്നെ നിർത്തി. അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ യൂസഫ് അലിയുടെ സഹായത്തോടെ ആ ബാങ്കിൻ്റെ ഡയറക്ടറായി മാറി. പിന്നെ ഈ വിദേശത്തുള്ള പണം കൃത്യമായി സൂക്ഷിക്കാനുള്ള എല്ലാ സംവിധാനവും മകനും ഫാരിസ് അബൂക്കർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ മരുമകൻ്റെ അമ്മാവനും അങ്കിളും കൂടി ചേർന്നുകൊണ്ട് കൃത്യമായി വിദേശത്ത് ഫണ്ടുകളെല്ലാം സൂക്ഷിക്കാനുള്ള ഏർപ്പാട് ചെയ്തു. അതാണ് പിണറായി വിജയൻ. പിന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി പിന്നീട് അദ്ദേഹം. ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ പാർട്ടി അണികളെ അദ്ദേഹം കൃത്യമായി പറ്റിച്ചുകൊണ്ടിരുന്നു. ഇതാ വിപ്ലവം വരാൻ പോകുന്നുണ്ട്, ഇവിടെ തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്, കർഷകർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ പാർട്ടിയെ മറയാക്കിയിട്ടാണ് പിന്നെ കോടീശ്വരന്മാരായ ആളുകളിൽ നിന്ന് പണം പിരിച്ചിട്ടുള്ളത്. കോടീശ്വരന്മാരായ ബിസിനസ്സുകാരുമായിട്ട് അദ്ദേഹം 98 മുതൽ ഭയങ്കര ബന്ധമാണ്. ഐസ്ക്രീം പാർലർ പെൺവാണിഭത്തിൽ അദ്ദേഹം കുഞ്ഞാലിക്കുട്ടിയെ പ്രതിസ്ഥാനത്തൊന്നും മാറ്റാൻ, യഥാർത്ഥത്തിൽ കുഞ്ഞാലിക്കുട്ടി പ്രതിയല്ല, പി ശശി കൃത്യമായിട്ട് കോഴിക്കോടുള്ള ചില പോലീസ് ഓഫീസർമാരുടെ സഹായത്തോടെ ഇരയായി എന്ന് പറയുന്ന പെൺകുട്ടികളുടെ മൊഴിയിൽ എഴുതി ചേർത്തതാണ് കുഞ്ഞാലിക്കുട്ടിയെ കുറിച്ചുള്ള ഭാഗങ്ങൾ. അതിനോട് പിന്നീടാണ് ഈ അടുത്ത കാലത്താണ് ഈ റിട്ടയർ ചെയ്ത ശേഷം ചില പോലീസ് ഓഫീസർമാർ വെളിപ്പെടുത്തി ഞാനാണ് ഐസ്ക്രീം പാർലർ പെൺവാണിഭം പുറത്തു കൊണ്ടുവരികയും അതിനോട് ഫൈറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരാൾ. അപ്പോൾ ആ സമയത്ത് കുഞ്ഞാലിക്കുട്ടിയെ എന്തിനാണ് ലക്ഷ്യമാക്കിയത്? കുഞ്ഞാലിക്കുട്ടി വഴിയാണ് കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ പ്രവാസി മലയാളികൾ ബിസിനസ്സുകാർ ഉണ്ടായിരുന്നത്. മുഹമ്മദ് അലിയും യൂസഫ് അലിയും അതേപോലെയുള്ള ആളുകളെല്ലാം തന്നെ അദ്ദേഹവുമായി ഭയങ്കര ബന്ധമായിരുന്നു. ആ ബിസിനസ്സുകാരെ പിടിക്കാൻ വേണ്ടി കൈരളി ചാനൽ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടും ഐസ്ക്രീം പാർലറിൻ്റെ കാര്യത്തിൽ ബ്ലാക്ക്മെയിൽ ചെയ്ത് കുഞ്ഞാലിക്കുട്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും പിണറായി വിജയൻ വിദേശത്ത് പോവുകയും ദുബായിലേക്ക് പോയി 5 സ്റ്റാർ ഹോട്ടലിൽ താമസിച്ച് അതിൻ്റെ സുഖസൗകര്യങ്ങൾ മനസ്സിലാക്കി. ഈ ബിസിനസ്സുകാരുമായി വലിയ അടുത്ത ബന്ധമുണ്ടാക്കി. അങ്ങനെ ബിസിനസ്സുകാരുമായിട്ടുള്ള അടുത്ത ബന്ധമുണ്ടാവുകയും അങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് എളുപ്പ വഴിയാണ് പൈസ ഉണ്ടാക്കാനുള്ള വഴികൾ. പാർട്ടിയെ വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യാം, ഭരണം വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യാം, ഭരണം വെച്ച് പൈസ മേടിക്കാം, അത് കൃത്യമായി ആരും പിടിക്കാത്ത രൂപത്തിൽ വിദേശത്ത് മേടിക്കാം എന്ന് കൃത്യമായി മനസ്സിലാക്കി പ്രവർത്തിച്ച ഒരാളാണ് അദ്ദേഹം. അങ്ങനെ വന്ന് അവസാനം എന്തായി? അവസാനം അദ്ദേഹം മുഖ്യമന്ത്രിയായി. നമ്മുടെ VS അച്യുതാനന്ദനെ വെട്ടിമാറ്റി അദ്ദേഹം 10 വർഷം മുഖ്യമന്ത്രി. 10 വർഷം കൊണ്ട് കിട്ടാവുന്നതൊക്കെ അടിച്ചെടുത്തു. ലാവ്ലിൻ കേസ് മാത്രമല്ല, ലാവ്ലിൻ കേസ് ചെറിയ കേസാണ്. അതിനെക്കാട്ട് അപ്പുറമുള്ള കേസുകളാണ് അദ്ദേഹത്തിൻ്റെ ചെയ്തത്. നമുക്കറിയില്ലേ, സ്വർണ്ണക്കള്ളക്കടത്ത്, നയതന്ത്ര ബേഗ് സ്വർണ്ണക്കള്ളക്കടത്ത് ഒരു രാഷ്ട്രീയ നേതാവ് മുഖ്യമന്ത്രിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? അതൊക്കെ അദ്ദേഹത്തിന് നിഷ്പ്രയാസം ചെയ്യാവുന്ന കുറ്റകൃത്യങ്ങളാണ്. ഇതേപോലെയാണ് നമ്മുടെ കരിമണൽ കർത്തവൻ്റെ ഭാഗത്തു നിന്ന് ഒരു 5000 കോടി രൂപയൊക്കെ ആ വഴിക്ക് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളൂ. അതിനെക്കാളും വലിയ കോടികൾ ഉണ്ടാക്കിയ വഴിയാണ് മരുന്ന് കമ്പനികളായിട്ടുള്ള ഇടപാടുകൾ. ഒരു 10, 25, 50,000 കോടി ഈ 10 വർഷം കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയത്. എനിക്ക് തോന്നുന്നത് ഒരു 3-4 ലക്ഷം കോടി രൂപയുടെ ഇടപാടുകൾ ഈ മരുന്ന് കമ്പനികളായിട്ട് ഉണ്ടാക്കി. അങ്ങനെ ഓരോ മേഖലയിലും ഇങ്ങനെ പൈസയൊക്കെ ഉണ്ടാക്കി വിദേശത്ത് സുരക്ഷിതമാക്കി, മക്കളെയൊക്കെ സുരക്ഷിതമാക്കി കഴിഞ്ഞ പിണറായി വിജയൻ എന്നാലും ഇവിടെയുള്ള പാവപ്പെട്ട CPM പ്രവർത്തകരെ എന്താണ് ചെയ്തത്? പറഞ്ഞ് പറ്റിച്ച് നടത്തുകയായിരുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എല്ലാം എത്ര നാൾ ഒരു കള്ളൻ എത്രമാത്രം സൂക്ഷിച്ചാലും ഒരു നാൾ പിടിക്കപ്പെടും എന്നുള്ള രൂപത്തിൽ അവസാനം എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി പിണറായി വിജയൻ കള്ളനായിരുന്നു, തട്ടിപ്പുകാരനായിരുന്നു, പാർട്ടിയെ വഞ്ചിക്കുകയായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ സാധാരണ പ്രവർത്തകർക്കും പോലും മനസ്സിലായി. പക്ഷെ അതിപ്പോൾ ഈ കൈവിട്ട് പോയിരുന്നു. ഇപ്പോൾ പാർട്ടി തകർന്ന് തരിപ്പണമായി ഇലക്ഷനുകൾ ഓടിയിട്ട് ഇനി ആ പാർട്ടിക്ക് ഒരു തിരിച്ചുവരവില്ലാത്ത രൂപത്തിൽ പാർട്ടി തകർന്ന് തരിപ്പണമായി എന്നുള്ളതാണ് സത്യം. രാജ്മോഹൻ സാർ, ഇവിടെ ഈ തൊഴിലാളി വർഗത്തിൻ്റെ അടിസ്ഥാന വർഗത്തിൻ്റെ പാർട്ടി എന്ന് പേര് കേട്ടുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ അടിസ്ഥാന വർഗത്തിൻ്റെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ട് തൊഴിലാളി വർഗ ക്ഷേമത്തിന് വേണ്ടി, അടിസ്ഥാന വർഗ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ എന്നുള്ള മുദ്രാവാക്യത്തോടു കൂടി
ലോകത്തിലാദ്യമായി അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഈ കേരളത്തിലാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനൊരു മന്ത്രിസഭ 1957 EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ രൂപം കൊള്ളുന്നത്. അന്ന് തൊട്ട് ഇന്നോളം ഇപ്പോൾ 2026 പിണറായി വിജയൻ പടിയിറങ്ങുന്നത് വരെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ പലകുറി മാറി മാറി വരികയുണ്ടായി. ഇവിടെ പിണറായി വിജയൻ എന്ന നേതാവിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ, താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് പോലെ ഈ കമ്മ്യൂണിസത്തിൻ്റെ ആണിക്കല്ലിളക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സമിതിയിലും പിണറായി വിജയൻ എന്ന നേതാവും MV ഗോവിന്ദൻ എന്ന നേതാവും പടിയിറങ്ങണം എന്നുള്ള തരത്തിലുള്ള പരസ്യമായ ചില പ്രസ്താവനകൾ വന്നുകൊണ്ടിരിക്കുന്നു. പാർട്ടിയെ വളരെ അടുത്ത് നോക്കിക്കാണുകയും വളരെ അടുത്ത് തന്നെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരിൽ പലരുമായി വ്യക്തിബന്ധം, വളരെ നല്ല വ്യക്തിബന്ധമുള്ള ആളെന്ന രീതിയിലും പലകുറി ഈ കമ്മ്യൂണിസത്തെക്കുറിച്ച് പല മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുകയും എഴുതുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളെന്ന രീതിയിൽ, ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ, ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ ഇപ്പോൾ കേരളത്തിൽ CPM ഉണ്ടായിട്ടുള്ള ഈ അവസ്ഥയെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? CPM-ൻ്റെ അവസ്ഥയെക്കുറിച്ച്, ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പറയുന്ന ശൂന്യതയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുന്നതിന് തുല്യമായ ചോദ്യമാണ് താങ്കൾ എന്നോട് ചോദിച്ചത്. ഇരുട്ടത്തെ ശൂന്യതയെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഇവിടെ CPM-ൻ്റെ സംഘടനാപരമായ ചട്ടക്കൂടിൽ കഴിഞ്ഞ ഒരു 50-60 വർഷം കൊണ്ടുണ്ടായ മാറ്റം ഏതെല്ലാം തരത്തിലൊരു സംഘടനയെ ജീർണതയിലേക്ക് കൊണ്ടുപോകാമോ ആ രീതിയിലുള്ള മാറ്റമാണ് ഉണ്ടായത്. ഉദാഹരണത്തിന് ആദ്യകാലത്ത് ഇതിൻ്റെ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് കർഷക തൊഴിലാളി അതുപോലുള്ള അടിസ്ഥാന വർഗ തൊഴിലാളികളായിരുന്നു, കയർ തൊഴിലാളി. പിന്നീട് അത് ചെത്തൊഴിലാളിയിലേക്ക് മാറി. അവർ താരതമ്യേന പിന്നീട് സമ്പന്നരായി. അതിനുശേഷം വീണ്ടും സർവീസ് സംഘടനകൾ, ഗവൺമെൻറ് സംഘടനകൾ, NGO-മാർ, ഇങ്ങനെയുള്ള വിഭാഗങ്ങളിലേക്ക് മാറി. അവർ അഴിമതിയുടെ ആശാന്മാരായിരുന്നു. അവസാനം അത് ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാരിലും മെഡിക്കൽ കൗൺസിലിലും IMA ഡോക്ടർമാരിലും എല്ലാം എത്തി ഈ അഴിമതിയുടെ എല്ലാ വേതാളങ്ങളും കൂടെ ഒരുമിച്ച് എടുക്കുന്ന രീതിയിലേക്ക് വന്നു. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒന്ന് ഒരു മുദ്രാവാക്യം പറയാം, രണ്ടൊരു വാക്ക് പറയാം. വർഗസമരം എന്നുള്ള വാക്ക് ദേശാഭിമാനിയിലോ കൈരളിയിലോ എവിടെയെങ്കിലും ഈ വാക്ക് കേട്ടിട്ട് എത്ര നാളായി കാണും? വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തിൻ്റെ ആണിക്കല്ലായ വർഗസമരത്തെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരും MV ഗോവിന്ദൻ പോലും സംസാരിക്കുന്നില്ല. ഇതിന് ചിന്താചാരം പോലും സംസാരിക്കുന്നില്ല. വർഗസമരം എന്നുള്ള വാക്ക് ഇപ്പോൾ പറയുന്നില്ല. അതിൻ്റെ അർത്ഥം മൗലികമായി തന്നെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യം അധികാരത്തിൽ വന്നു എന്ന് പറയുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ തത്വത്തിൽ നിന്നും മാറിക്കഴിഞ്ഞിരിക്കുന്നു. പിന്നെ രണ്ടാമത് പകരം ഇവരെന്താ പകരം വെച്ചിരിക്കുന്നത്? ഓരോ കാലം ഇപ്പോൾ ആദ്യം പറഞ്ഞ കർഷക തൊഴിലാളികളുടെ കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞ് പതുക്കെ ചുമട്ടുതൊഴിലാളികൾ വന്നു. 57-ലെ ഗവൺമെൻറ്റിനും 67-ലെ ഗവൺമെൻറ്റിനും നെഗറ്റീവായിട്ട് വർക്ക് ചെയ്തത്, അല്ലെങ്കിൽ ആ ഗവൺമെൻറ്റുകളുടെ ഇമേജ് മോശമാക്കിയത് ചുമട്ടുതൊഴിലാളികളുടെ അമിതാവേശമാണ്, അല്ലെ അവരുടെ കുത്തിപ്പിരിച്ചുള്ള ഘടന എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും പിന്നെ വന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതി. INTUC-കാരനോ BMS-കാരനോ ഒരു NGO യൂണിയനോ വില്ലേജ് ഓഫീസറോ കാശ് മേടിച്ചാലും അതറിയപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനയായിട്ടാണ്, വില്ലേജ് ഓഫീസറാണ്. അത് പോലീസും എല്ലാം അങ്ങനെ തന്നെ. ഈ ഘടനാപരമായ മാറ്റം വന്നപ്പോൾ തിരുത്താനുള്ള ശക്തി പാർട്ടിക്ക് കുറഞ്ഞു. ആരാ തിരുത്തുന്നത്? ഇപ്പോൾ കേരളത്തിലെ പാർട്ടിയെ തിരുത്തണം എല്ലാവരും പറയുന്നുണ്ട്. അല്ലെ പാർട്ടി ഇവർ നശിപ്പിച്ചു. തിരുത്തുന്ന ആരെ വെച്ചിട്ടാണ് നമ്മൾ തിരുത്തുന്നത്? സാർ, ഇവിടെയാണ് വളരെ പ്രസക്തമായൊരു ചോദ്യം വരുന്നത്. നേരത്തെയൊക്കെ ഈ നേതാക്കന്മാർ പാർട്ടിയിൽ തിരുത്തൽ ശക്തികളായി വർത്തിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതായത് VS അച്യുതാനന്ദനെ പോലുള്ള കറകളഞ്ഞ സംശുദ്ധിയുള്ള നേതാക്കന്മാർ ഇടതുപക്ഷത്ത് പ്രവർത്തിക്കുമ്പോൾ കൃത്യമായി ആ പാർട്ടിയുടെ പ്രതിപക്ഷമായി തന്നെയാണ് VS ഒക്കെ വർത്തിച്ചിരുന്നത്. മൂന്നാർ ഉൾപ്പെടെയുള്ള കയ്യേറ്റങ്ങളെക്കുറിച്ചെല്ലാം VS എടുത്ത നടപടികൾ ഇപ്പോഴും നമുക്ക് അനുസ്മരിക്കാൻ സാധിക്കും. മാത്രമല്ല, ഇവിടെ നേരത്തെ ഈ ഭരണത്തിലിരിക്കുമ്പോൾ നേതാക്കൾക്കെതിരെയാണ് അഴിമതി ആരോപണങ്ങൾ വന്നിരുന്നതെങ്കിൽ അതേത് പാർട്ടിയിലായാലും ഇപ്പോൾ പിണറായി വിജയൻ ഭരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ മകൾക്കും മകനുമെതിരെ കുടുംബത്തിനുമെതിരെയൊക്കെ ആരോപണങ്ങൾ വരുന്നു. സാമ്പത്തികമായി വലിയ ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് സ്വപ്ന സുരേഷിനെ പോലുള്ളവർ വന്ന് സാക്ഷ്യം ചെയ്യുമ്പോൾ അവർക്കെതിരെ ഒരു പെറ്റി കേസ് പോലും ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ കൊടുക്കാൻ പിണറായി വിജയനെ പോലുള്ളൊരു നേതാവ് മുതിരുന്നില്ല. അല്ലെങ്കിൽ പിണറായി വിജയനെ പോലുള്ളൊരു നേതാവ് എവിടെയെങ്കിലും ഒന്ന് പ്രസംഗിക്കുമ്പോൾ ഒരു മൈക്കോ ഒന്ന് ഹൗളി ചെയ്ത് കഴിഞ്ഞാൽ മൈക്ക് സെറ്റുകാരനെയും മൈക്കും വരെ കസ്റ്റഡിയിലെടുക്കുന്ന പിണറായി വിജയൻ തനിക്കും തൻ്റെ കുടുംബത്തിനുമെതിരെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ആരോപണങ്ങൾ, അതായത് നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കള്ളക്കെടുത്ത്, ലൈഫ് മിഷൻ കോഴ, K-ഫോൺ വിവാദം, AI ക്യാമറ വച്ചതിൽ ആ പദ്ധതിയിൽ പ്രകാരം കൈപ്പറ്റിയിട്ടുള്ള തുക, ഇവയെക്കുറിച്ചൊക്കെയാണ് സ്വപ്ന സുരേഷ് വലിയ
ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഇത് തന്നെയാണ് പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയും എല്ലാം കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞത്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതിൽ സത്യമായ വസ്തുതകളുണ്ട് എന്നുള്ളത് വെളിവായിരിക്കുന്നു. എന്നാൽ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ യാതൊരു തരത്തിലുള്ള നടപടികളും കൈക്കൊണ്ടിട്ടില്ല. അതങ്ങനെ അവിടെ നിൽക്കട്ടെ. ഇവിടെ ഇപ്പോൾ പിണറായി വിജയൻ്റെ മകൾ അടക്കമുള്ള വലിയ അഴിമതി ആരോപണങ്ങൾ മറനീക്കി പുറത്തു വന്നിരിക്കുന്നു. EDയുടെ റെയ്ഡ് 2 തവണയാണ് അവരുടെ വീട്ടിലുണ്ടായിരിക്കുന്നത്. 2 തവണ ED ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വീണ വിജയനെ വിളിച്ചു വരുത്തി ഏതാണ്ട് 20 മണിക്കൂറിലധികം ചോദ്യം ചെയ്തു. ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കേരളം ഭരിച്ച ഒരു മുഖ്യമന്ത്രിക്കും അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനും ഇത്തരത്തിൽ മക്കളുടെ അഴിമതി ആരോപണങ്ങളെ തുടർന്ന് ഇത്രത്തോളം തല താഴ്ത്തി പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. പാർട്ടിയോട് വിശദീകരണം നൽകേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. ഇവിടെ തീർത്തും പിണറായി വിജയൻ പരിങ്ങലിലാകുന്നത് ഈ CPM-നകത്ത് തന്നെ ഉള്ള ഇത്തരം പൊട്ടിത്തെറികൾ കൊണ്ട് തന്നെയാണ്. അതായത് മകൾക്ക് നേരെ വന്നിട്ടുള്ള ആരോപണങ്ങളിൽ പാർട്ടിയെ വെച്ചൊരു പരിചയമാക്കി പ്രതിരോധിക്കാൻ പിണറായി വിജയൻ ആദ്യം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് പാർട്ടി തന്നെ അതിൽ നിന്ന് പിന്മാറുന്ന കാഴ്ച. ഇപ്പോൾ പാർട്ടിയിലും അതുപോലെ തന്നെ അധികാര കേന്ദ്രങ്ങളിലും ഒറ്റപ്പെട്ടിരിക്കുന്ന പിണറായി വിജയൻ ഇനി എന്ത് തരത്തിലുള്ള ന്യായീകരണങ്ങൾ പറഞ്ഞാണ് CPM-ൽ തൂങ്ങാൻ സാധ്യത അല്ലെങ്കിൽ നിലനിൽക്കാൻ സാധ്യത? പ്രതിപക്ഷ നേതൃസ്ഥാനം വരെ ഉപേക്ഷിക്കണമെന്ന അവസ്ഥ വരുമ്പോൾ ഇനി എന്തായിരിക്കും ഈ പിണറായി വിജയൻ്റെ CPM-ലുള്ള അധികാര കേന്ദ്രത്തിലുള്ള വാഴ്ച അല്ലെങ്കിൽ CPM-ലെ നിലനിൽപ്പ്? എങ്ങനെയാണ് നന്ദകുമാർ സാറ് ഇതിനെ നോക്കുന്നത്? അതായത് പിണറായി വിജയൻ തന്ത്രശാലിയായ കുറുക്കനാണ്. ലാവ്ലിൻ കേസിൽ അദ്ദേഹം ചെയ്തത് ഏകദേശം 300 കോടിയോളം രൂപയുടെ അഴിമതിയാണ് നടന്നത്. അതിൽ അദ്ദേഹത്തിന് അപ്പോൾ തന്നെ പൈസ കിട്ടില്ല. അദ്ദേഹം മലബാർ ക്യാൻസർ സെൻ്ററിൻ്റെ പണമാണ് അദ്ദേഹത്തിന് ആദ്യമായി 75 കോടി രൂപ സ്വന്തം ഭാര്യയുടെ പേരിലുള്ള കമൽ ആൻഡ് റഷ് എക്സ്പോർട്ടിംഗ് കമ്പനിയിലേക്ക് പോയത്. ലാവ്ലിൻ കമ്പനി കൊടുത്ത കുറേ പണം ലിക്വിഡായ ഫണ്ട് ഉണ്ട്. അത് പാർട്ടിക്ക് 8 കോടി ഉറുപ്പ് എടുത്തു. അത് P. ശശിയാണത്. EK നായരുടെ മന്ത്രിസഭാ കാലത്ത് അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറി ചെയ്ത് അദ്ദേഹത്തിൻ്റെ കൈവശമാണ് കൊടുത്തത്. അത് അന്ന് കൃത്യമായി പാർട്ടിക്ക് കിട്ടി. പാർട്ടി തിരുവനന്തപുരത്ത് AKG സെൻ്ററിന് മുന്നിൽ സെക്രട്ടേറിയറ്റ് മെമ്പർമാർക്ക് ശീതളീകരിച്ച ഫ്ലാറ്റുകൾ നിർമ്മിച്ചു. അപ്പം പാർട്ടി അതിൽ കുടുങ്ങി. പാർട്ടിയും കൂടെ ഇൻവോൾവ് ആണ്. പാർട്ടിക്കും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്. പിന്നെ ഡൽഹിയിൽ ഹർകൃഷ്ണൻ സുജിത്തിന്റെ മരുമകനെ പൈസ കൊടുത്തിട്ട് അവിടെയും ഒതുക്കി. അപ്പം ഈ കേന്ദ്ര നേതൃത്വവും കേരള നേതൃത്വവും ഒരേപോലെ പിണറായി വിജയൻ വെട്ടിലാക്കിക്കൊണ്ടാണ് പിന്നെ ബാക്കി പൈസ അദ്ദേഹം ഉണ്ടാക്കിയത്. അപ്പോൾ അദ്ദേഹത്തിന് കാലാകാലമായി അതിൻ്റെ റേഷ്യോ പ്രകാരം പണം കിക്ക് ബാക്ക് എന്ന് പറയും. ഓരോ തവണയും കേരള ഗവൺമെൻറ് ലാവ്ലിൻ കമ്പനിക്ക് പൈസ അടയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു ഓഹരി കമ്മീഷൻ അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനമാണ് ലാവ്ലിൻ അഴിമതിയിൽ ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷമുള്ള ഓരോ അഴിമതി നടത്തുമ്പോഴും തട്ടിപ്പ് നടത്തുമ്പോഴും ഇൻ്റർനാഷണലായ തട്ടിപ്പ് നടത്തുമ്പോഴും പാർട്ടിയെ മറയാക്കി കുറച്ച് പൈസ പാർട്ടിക്ക് കൊടുക്കും, ബാക്കി ബന്ധപ്പെട്ട ആളുകൾ ബാക്കി പൈസ കംപ്ലീറ്റ് അദ്ദേഹം ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ പാർട്ടി എന്തായി? ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ കുടുങ്ങി. ഡൽഹിയിൽ പിണറായി വിജയനെതിരെ വിചാരണ നടക്കുമ്പോൾ, പോളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിൽ വിചാരണ നടക്കുമ്പോൾ കേന്ദ്ര കമ്മിറ്റിക്ക് കൊടുത്ത ഫണ്ടിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് പ്രതിരോധിച്ചത്. യഥാർത്ഥത്തിൽ അവിടെ പ്രതിരോധിക്കുമ്പോൾ MA ബേബിക്ക് മിണ്ടാൻ പറ്റില്ല. എന്നിട്ടും MA ബേബി വളരെ കർശനമായ നിലപാടെടുത്തുകൊണ്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. പക്ഷേ അതിന് ഇപ്പോൾ ചാടിയൊരു കാര്യമില്ല. പാർട്ടിയുടെ അടിത്തറ കംപ്ലീറ്റ് തകർത്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ ഇലക്ഷനുകൾ 10 വർഷം കൊണ്ട് പിണറായി വിജയൻ പാർട്ടിയെ തകർത്ത് തരിപ്പണമാക്കിയത്. അദ്ദേഹം വിചാരിച്ചത് വലിയ പബ്ലിസിറ്റി കൊടുത്ത ആളെ പറ്റിച്ച് എല്ലാ കാലത്തും നടത്താമെന്ന് വിചാരിച്ചെങ്കിലും ജനങ്ങൾ കോവർക്കഴുതുകളല്ല, പാർട്ടി അണികൾ കോവർക്കഴുതുകളല്ല എന്നുള്ളത് കൊണ്ടാണ് പിണറായി വിജയനെ മന്ത്രിസഭയെ അട്ടിമറിക്കുകയും UDF അധികാരത്തിൽ വരികയും ചെയ്തത്. ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങളും പാർട്ടിയുടെ അടിത്തറ മാന്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരിക്കലും പാർട്ടിക്ക് തിരിച്ചു വരാൻ പറ്റാത്ത വിധത്തിലുള്ള കാര്യമാണ് ഉണ്ടായിരിക്കുന്നത്. പിണറായി വിജയൻ ഇന്നലെ നാളെ കുടുങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് കുടുങ്ങുമെന്ന് കൃത്യമായി മനസ്സിലാക്കിയുള്ള MA ബേബിയും കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് രാജീവിനും അതേപോലെ ധനകാര്യമന്ത്രിയായിരുന്ന KN ബാലഗോപാലും അതേപോലെ EP ജയരാജനും അടക്കമുള്ള നേതാക്കന്മാർ പരസ്യമായി വെടിപൊട്ടിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത്. പക്ഷെ ഇവർ രംഗത്തിറങ്ങിയിരിക്കുന്നത് അവർക്ക് എല്ലാം കൈവിട്ടു പോയ സമയത്താണ്. ഇവർക്ക് ആർക്കും രക്ഷിക്കാൻ പറ്റാത്ത വിധത്തിൽ പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നുപോയി, പാർട്ടി അണികളിൽ നിന്ന് അകന്നുപോയി. ഇനി അവരെ കോർത്തിണക്കി കൊണ്ടുവരിക പ്രയാസമുള്ള കാര്യമാണ്. കാരണം ഇനി വരാനുള്ള സുപ്രധാനമായിട്ടുള്ള കേസുകളും അതിൻ്റെ വിചാരണയും എല്ലാം തന്നെ പാർട്ടിയെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുന്ന സ്ഥാനമാണ്. ബംഗാളിൽ 35 വർഷം കൊണ്ടാണ് പാർട്ടി തകർന്നതെങ്കിൽ
35 വർഷം അവിടെ ഭരിച്ചിട്ടുണ്ട്. ഇവിടെ 10 വർഷം പിണറായി വിജയൻ ഭരിച്ചപ്പോൾ പാർട്ടി പൂർണ്ണമായി എത്രയോ വർഷത്തെ ജനങ്ങളുമായി അടുത്ത ബന്ധമുള്ള അവരുടെ നിത്യജീവിതവുമായി ബന്ധമുള്ള പാർട്ടി പൂർണ്ണമായും അത് അകന്നുപോയി. ഇനി അതിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരിക പ്രയാസമാണ്. ഞാൻ പറയുന്നു, ത്രിപുര എങ്ങനെയാണോ തകർന്നത്, ബംഗാൾ എങ്ങനെയാണ് തകർന്നത്, അതിനേക്കാൾ വേഗത്തിലായിരിക്കും ഇവിടെ പാർട്ടി തകരാൻ പോകുന്നത്, ഇല്ലാതാകാൻ പോകുന്നത്. നമുക്കറിയാം, MA ബേബി എന്ത് തലകുത്തി മറിഞ്ഞാലും ഇന്ത്യയിൽ ഈ പാർട്ടിക്ക് ഒരു MP പോലും ഉണ്ടാവില്ല, ഒരു MLA പോലും ഉണ്ടാവില്ല. ഇത്തവണ 25 MLA കേരളത്തിലുണ്ട്, ഒരു MP ഉണ്ട്, 3-4 രാജ്യസഭാ മെമ്പർമാരുണ്ട്. പക്ഷേ ഒരു 3 വർഷം കഴിയുമ്പോൾ രാജ്യസഭാ മെമ്പർമാരില്ലേതാവും. അടുത്ത ലോക്സഭ 29 വരുമ്പോൾ ഒരൊറ്റ MP ഉണ്ടാവില്ല. അടുത്ത 29 തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുണ്ട്. എല്ലാ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഒരേപോലെ. ആ സന്ദർഭത്തിൽ കേരളത്തിൽ CPM ഒരാൾ പോലും കേരളത്തിൽ ഉണ്ടാവുമോ? ബംഗാൾ കണ്ടില്ലേ, ഒരാൾ പോലും ഇല്ല. 294 മെമ്പർമാരുള്ള ബംഗാളിൽ 180 സീറ്റ് ഒറ്റയ്ക്ക് CPM കിട്ടിയിട്ടുണ്ട്. ബാക്കി എല്ലാവർക്കും കൂടെ 60 സീറ്റ് കിട്ടി, 250 സീറ്റൊക്കെ കിട്ടിയ സന്ദർഭമുണ്ട്. ത്രിപുരയിൽ 60 സീറ്റും കിട്ടിയ സന്ദർഭമുണ്ട് ഇടതുപക്ഷ മുന്നണിക്ക്. 54 സീറ്റ് അവിടെ CPM ഇരിക്കും. കേരളത്തിൽ കഴിഞ്ഞ തവണ 99 സീറ്റ് കിട്ടിയതിൽ 62-63 സീറ്റ് CPM അപ്പോൾ ഈ അവസ്ഥയിൽ ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല പാർട്ടി. ഇനിയിപ്പം MA ബേബി എന്ത് ചികിത്സ നടത്തിയാലും ഏതൊക്കെ തരത്തിൽ ഇതായാലും പിണറായി വിജയൻ്റെ 10 വർഷത്തെ ഭരണം കൊണ്ട് 2ാം നിര 3ാം നിര നേതാക്കന്മാരെ എല്ലാം ഒതുക്കി അവരൊക്കെ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. പിണറായി വിജയന് നേരിട്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ഇടപാട്. പക്ഷെ പിണറായി വിജയനെ തകരുന്നതോടെ ആ സംവിധാനം തകർന്നതുകൊണ്ട് ഇനി ആർക്കും ആ പാർട്ടിയെ രക്ഷിക്കാൻ കഴിയില്ല. പകരം പിണറായി വിജയൻ്റെ ഓരോ സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത്, അങ്ങനെയുള്ള നിരവധി സ്വപ്ന സുരേഷ് പറഞ്ഞുള്ള കാര്യങ്ങൾ ഇന്നല്ല നാളെ പുറത്തു ചാടും. കാരണം എത്ര തന്നെ മറച്ചു വെച്ചാലും അത്തരം കാര്യങ്ങൾ വേട്ടയാടും. അത് പാർട്ടിയും കൊണ്ടേ പോകും, പിണറായി വിജയനെ മാത്രമല്ല. സാറ്, ഈ ത്രിപുരയിലും ബംഗാളിലും എല്ലാം ഇപ്പോൾ നാമാവശേഷമായതുപോലെ കേരളത്തിലും അതേ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ പേരിന് പറയാൻ വേണ്ടി കേരളത്തിൽ മാത്രമായിരുന്നു CPM ഭരണം ഉണ്ടായിരുന്നത്. അതും ഇപ്പോൾ പിണറായി വിജയൻ്റെ 10 വർഷക്കാലം കൊണ്ട് ആ ഭരണം കൊണ്ട് കേരളത്തിലും CPM അവസ്ഥ നാമാവശേഷമാകുന്നൊരു സ്ഥിതിയിലേക്ക് എത്തുമ്പോൾ കേരളത്തിൽ CPM അന്തകനായി പിണറായി വിജയനെ വിശേഷിപ്പിക്കപ്പെടും കാലം എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു അവസ്ഥയാണ്. എന്നാൽ ഈ കമ്മ്യൂണിസത്തിൻ്റെ പ്രസക്തി ആദ്യമായിട്ട് ലോകത്തിൽ അധികാരത്തിൽ വന്ന, ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊച്ചു കേരളത്തിലാണ്. ഇവിടെ ഇപ്പോൾ 10 വർഷത്തെ ഒരു തുടർഭരണം കൊണ്ട് ഇല്ലാതാകുന്നൊരു സാഹചര്യം വരുമ്പോൾ ഇനി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാവി എന്നുള്ളത് തീർത്തും ശൂന്യതയിലേക്ക് നോക്കിയിരിക്കേണ്ടതായി വരുമോ? സാർ ആദ്യം പറഞ്ഞതുപോലെ എനിക്ക് രാജ്മോഹൻ സാറിനോട് ചോദിക്കാനുള്ളത് തന്നെയാണ്. പറയാനുള്ള കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലോകത്തെല്ലായിടത്തും ഇന്ത്യയിലുമൊക്കെ ഏത് സംഘടനയും, ജനങ്ങളുടെ പ്രവർത്തിക്കുന്ന ഏത് സംഘടനയും അതിൻ്റെ നേതൃത്വത്തിന് പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ഒരു കാലത്ത് കോൺഗ്രസ് പൂർണ്ണമായിട്ട് തകർന്ന് ഉത്തരേന്ത്യയിൽ 1977 തകർച്ചയല്ലേ പറഞ്ഞാൽ 1967 തന്നെ ഈ ഐക്യമുന്നണികൾ വരികയും ഉത്തർപ്രദേശ് പോലുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസിൻ്റെ ഭരണം നഷ്ടപ്പെട്ട് തകർച്ച സമയത്താണ് ഇന്ദിരാഗാന്ധി ഒരു ഓൾട്ടർനേറ്റീവ് ലീഡറായിട്ട് എമർജ് ചെയ്ത്, അതായത് മൊറാർജി ദേശായിയും നിജലിംഗപ്പായി, SK പട്ടേൽ, ഇങ്ങനെയുള്ള അതുൽ ഘോഷ് തുടങ്ങിയവർ ചെല്ലുമ്പോൾ 10 പേരും പോലും കൂടാതിരുന്ന കോൺഗ്രസ്സിൽ ഇന്ദിരാഗാന്ധി കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് എടുത്ത് ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തുടങ്ങി കോൺഗ്രസിനെ ശക്തമാക്കുകയായിരുന്നു. ഈ നേതാക്കന്മാരെല്ലാം പുറത്തു പോയിട്ടും കോൺഗ്രസ് പ്രവർത്തകർ കൂടുതൽ താഴെത്തട്ടിലുള്ളവർ ഇന്ദിരയുടെ കൂടെ നിന്നു. ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടെ എത്ര ആയിരക്കണക്കിന് ആൾക്കാർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പുറത്തേക്ക് നടന്നു പോകുമ്പോൾ ഒന്നുകിൽ അച്യുതാനന്ദൻ മാത്രം മതിയായിരുന്നു അവരെ തിരിച്ച്, നിങ്ങൾ പോകണ്ട, കയറി വാ മക്കളെ എന്ന് പറഞ്ഞാൽ തിരിച്ച് കയറി വരാൻ സഹാക്കളുണ്ടായിരുന്നു, ജനകീയ സ്വീകാര്യതയുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു. ഇന്ന് ദൗർഭാഗ്യവശാൽ CPM അങ്ങനത്തെ ഒരു നേതാവിൻ്റെ പേര് പറയാൻ ആരെയാ നിങ്ങൾ കാണിക്കാൻ പോകുന്നത്? പിണറായി വിജയനെ കാണിക്കുമോ? ഇങ്ങനെ കാണിക്കുമോ? ഗോവിന്ദനെ കാണിക്കുമോ? അല്ല പകരം പുതിയ ചെറുപ്പക്കാരെ കൊണ്ട് സ്വരാജിനെ കാണിക്കുമോ? എന്തനുഭവം ഉണ്ടായിരുന്നു? അല്ലെ അങ്ങനെ ചെറുപ്പക്കാരും ഇല്ലാതെ ആശ്രയെ കാണിക്കുമോ? ആ രീതിയിൽ പാർട്ടിക്ക് ലീഡർഷിപ്പ് ദാരിദ്ര്യം, ബൗദ്ധിക ദാരിദ്ര്യം ആദ്യം തന്നെ ഉണ്ടായി, ലീഡർഷിപ്പ് ദാരിദ്ര്യം ഉണ്ടായി. ബൗദ്ധിക ദാരിദ്ര്യം ഇല്ലെങ്കിൽ പിന്നെയും ആരെങ്കിലുമൊക്കെ പിന്നെയും ചിന്തിച്ചു തരാം. കഴിഞ്ഞ ദിവസം സർപ്രൈസായിട്ട് പ്രതീക്ഷിക്കാത്ത 2 പേരുടെ പേര് പറഞ്ഞു പാർട്ടി നയിക്കാൻ പറ്റുന്ന. നമുക്ക് നല്ല കാര്യമായിട്ട് തോന്നി, നടക്കുമെന്നറിയത്തില്ല. ഒന്ന്, നമ്മുടെ പ്രതാപനെ തോപ്പിച്ച രവീന്ദ്രനാഥൻ MLA, ഒരു ചീത്തപ്പേരുമില്ല, ഒറ്റ പ്രശ്നമേ ഉള്ളൂ, കർത്താവിൻ്റെ സ്വന്തം അളിയനാന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. രണ്ടാമത്, ഇവർ പൂർണ്ണമായിട്ട് അച്യുതാനന്ദൻ ഗ്രൂപ്പാണെന്ന് പറഞ്ഞ് തഴഞ്ഞ് മാറ്റി നിർത്ത സുരേഷ് കുറുപ്പുണ്ട്,
വാസവനെ ജയിപ്പിക്കാൻ വേണ്ടി സുരേഷ് കുറുപ്പിനെ മാറ്റി വിട്ടു. അപ്പോൾ സുരേഷ് കുറുപ്പ് ഇങ്ങനെ കുറേ ആൾക്കാർ 4-5 പേര് നല്ല മനസ്സോടെ ഇപ്പോഴും പാർട്ടി തകരരുത് എന്ന് വിചാരിക്കുന്നവരുണ്ട്. പക്ഷെ അവരുടെ കയ്യിലേക്ക് ലീഡർഷിപ്പ് എത്താൻ സാധ്യതയുണ്ടോ എന്ന് പലരും അന്വേഷിക്കുന്നുണ്ട്. അത് എത്തുമോ ഇല്ലയോ എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. എന്തായാലും ഊർദ്ധശ്വാസം വലിക്കുന്ന CPM പുതിയൊരു ദിശാബോധമുള്ള നേതൃത്വം വരുന്നത് വരെ അതിങ്ങനെ തന്നെ പോകും. ഇത് എങ്ങനെയായിരിക്കും ഇനി CPM ഭാവി എന്നുള്ളത് ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറി. എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. നന്ദി, നമസ്കാരം.